യിരെമ്യാവ് 41 അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ 7-ാം മാസത്തിൽ രാജവംശക്കാരനും രാജാവിന്റെ മഹത്തുക്കളിൽ ഒരുവനുമായി എലീശമയുടെ മകനായ നെഥന്യാവിന്റെ മകൻ ഇസ്മേൽ 10 ആളുമായി മിസ്പയിൽ അഹിക്കാമിന്റെ മകനായ ഗെദാല്യാവിന്റെ അടുക്കൽ വന്നു. അവിടെ മിസ്പയിൽ വെച്ച് അവർ ഒന്നിച്ചു ഭക്ഷണം കഴിച്ചു. നെഥന്യാവിന്റെ മകൻ ഇസ്മേലും കൂടെ ഉണ്ടായിരുന്ന 10 ആളും എഴുന്നേറ്റ് ബാബേൽ രാജാവ് ദേശാധിപതിയാക്കിയിരുന്ന ഷാഫാന്റെ മകനായ അഹിക്കാമിന്റെ മകനായ ഗെദല്യാവെ വാൾ കൊണ്ട് വെട്ടിക്കൊന്നു. മിസ്പയിൽ ഗെദല്യാവിന്റെ അടുക്കലുണ്ടായിരുന്ന എല്ലാ യഹൂദന്മാരെയും അവിടെ കണ്ട കൽദയ പടയാളികളെയും ഇസ്മേൽ കൊന്നുകളഞ്ഞു. ഗെദല്യാവെ കൊന്നിട്ട് 2-ാം ദിവസം അത് ആരും അറിയാതിരിക്കുമ്പോൾ തന്നെ സെഖേമിൽ നിന്നും ശീലോവിൽ നിന്നും സമയിൽ നിന്നും 80 പുരുഷന്മാർ താടി ചിരച്ചും വസ്ത്രം കീറിയും തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചുകൊണ്ട് വഴിപാടും കുന്തിരിക്കവും എടുത്ത് യഹോവയുടെ ആലയത്തിലേക്ക് പോകും വഴി അവിടെ എത്തി. നെഥന്യാവിന്റെ മകൻ ഇസ്മേൽ മിസ്പയിൽ നിന്ന് പുറപ്പെട്ട് കരഞ്ഞുകൊണ്ട് അവരെ എതിരേറ്റു ചെന്നു. അവരെ കണ്ടപ്പോൾ അവൻ അവരോട്, അഹിക്കാമിന്റെ മകനായ ഗെദല്യാവിന്റെ അടുക്കൽ വരുവീൻ എന്ന് പറഞ്ഞു. അവർ പട്ടണത്തിന് നടുവിലെത്തിയപ്പോൾ നെഥന്യാവിന്റെ മകനായ ഇസ്മേലും കൂടെ ഉണ്ടായിരുന്ന ആളുകളും അവരെ കൊന്ന് ഒരു കുഴിയിൽ ഇട്ട് കളഞ്ഞു. എന്നാൽ അവരിൽ 10 പേർ ഇസ്മേലിനോട്, ഞങ്ങളെ കൊല്ലരുതേ, വയലിൽ കോതമ്പും യവം, എണ്ണ, തേൻ എന്നീ വക സംഭാരങ്ങൾ ഞങ്ങൾ ഒളിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവൻ സമ്മതിച്ച് അവരെ അവരുടെ സഹോദരന്മാരുടെ കൂടെ കൊല്ലാതെ ഇരുന്നു. ഇസ്മേൽ ഗെദല്യാവെയും കൂട്ടരെയും കൊന്ന് ശവങ്ങളെല്ലാം ഇട്ടുകളഞ്ഞ കുഴി ആസേ രാജാവ് ഇസ്രായേൽ രാജാവായ ബയാസ് നിമിത്തം ഉണ്ടാക്കിയതായിരുന്നു. നെഥന്യാവിന്റെ മകനായ ഇസ്മേൽ അതിനെ നിഹിതന്മാരെയും കൊണ്ട് നിറച്ചു. പിന്നെ ഇസ്മേൽ മിസ്പയിൽ ഉണ്ടായിരുന്ന ജനശിഷ്ടത്തെയൊക്കെയും രാജകുമാരികളെയും അകമ്പടി നായകനായ നെബൂസ അദാൻ അഹിക്കാമിന്റെ മകനായ ഗെദല്യാവെ ഏൽപ്പിച്ചവരായി മിസ്പയിൽ ശേഖരിച്ചിരുന്ന സകല ജനത്തെയും ബന്ധരാക്കി കൊണ്ടുപോയി. നെഥന്യാവിന്റെ മകൻ ഇസ്മേൽ അവരെ ബന്ധരാക്കി അമ്മോന്യരുടെ അടുക്കൽ കൊണ്ടുപോകുവാൻ യാത്ര പുറപ്പെട്ടു. നെഥന്യാവിന്റെ മകൻ ഇസ്മേൽ ചെയ്ത ദോഷമൊക്കെയും കാരഹിന്റെ മകനായ യോഹനാനും കൂടെ ഉണ്ടായിരുന്ന പടത്തലവന്മാരും കേട്ടപ്പോൾ അവർ സകല പുരുഷന്മാരെയും കൂട്ടി നെഥന്യാവിന്റെ മകനായ ഇസ്മേലിനോട് യുദ്ധം ചെയ്യുവാൻ ചെന്നു. ഹിബോനിലെ പെരിങ്കളങ്കര വെച്ച് അവനെ കണ്ടെത്തി. ഇസ്മേലിനോട് കൂടെ ഉണ്ടായിരുന്ന ജനമൊക്കെയും കാരഹിന്റെ മകനായ യോഹനാനെയും കൂടെ ഉണ്ടായിരുന്ന എല്ലാ പടത്തലവന്മാരെയും കണ്ടപ്പോൾ സന്തോഷിച്ചു. ഇസ്മേൽ മിസ്പയിൽ നിന്നും ബന്ധരാക്കി കൊണ്ടുപോകുന്ന സർവ്വജനവും തിരിഞ്ഞ് കാരഹിന്റെ മകനായ യോഹാന്റെ അടുക്കൽ ചേർന്നു. നെഥന്യാവിന്റെ മകൻ ഇസ്മേലോ 8 ആളുമായി യോഹനാനെ വിട്ട് തെറ്റി അമ്മോന്യരുടെ അടുക്കൽ പോയി കളഞ്ഞു. നെഥന്യാവിന്റെ മകൻ ഇസ്മേൽ അഹിക്കാമിന്റെ മകനായ ഗെദല്യാവെ കൊന്നു കളഞ്ഞ ശേഷം അവന്റെ കയ്യിൽ നിന്ന് കാരഹിന്റെ മകനായ യോഹനാനും കൂടെ ഉണ്ടായിരുന്ന എല്ലാ പടത്തലവന്മാരും വിടിവിച്ച ജനശിഷ്ടത്തെയൊക്കെയും ഹീബയോനിൽ നിന്ന് തിരികെ കൊണ്ടുവന്ന് പടയാളികളെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഷണ്ടന്മാരെയും തന്നെ അവർ മിസ്പയിൽ നിന്ന് കൂട്ടിക്കൊണ്ട് കൽദരെ പേടിച്ചിട്ട് മിസ്രയീമിൽ പോകുവാൻ യാത്ര പുറപ്പെട്ട് ബേത്ലഹേമിന് സമീപത്തുള്ള ഹേരോദ് കിംഹാമിൽ ചെന്ന് താമസിച്ചു. ബാബേൽ രാജാവ് ദേശാധിപതിയാക്കിയ അഹിക്കാമിന്റെ മകനായ ഗെദല്യാവെ നെഥന്യാവിന്റെ മകൻ ഇസ്മേൽ കൊന്നുകളക കാരണത്താൽ ആയിരുന്നു അവർ കൽദരെ പേടിച്ചത്. നിനക്ക് യോഗ്യമാവുന്നു. ബാരിക്കുമോ.